ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വ്യക്തി എന്താണ് മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ്. Okay, 6 of Cups, 9 of Wands, Judgment, Two of Swords, Ace of Pentacles, Seven of Pentacles, Devil, Magician, Queen of Cups, Knight of Wands, the Hierophant, Five of Swords, Ten of Wands, World, Chariot, Empress, Knight of Pentacles. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കൂടുതലായിട്ട് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവാം ഏതെങ്കിലും ഒരു തരത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം, ആ ഒരു കരുതലൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ വഴക്കുകൾ ഉണ്ടാവാം, മിണ്ടാതിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവാം, വാഗ്വാദങ്ങൾ ഉണ്ടാവാം. പക്ഷേ എങ്കിലും ആ രണ്ട് പേരുടെയും ആ ഒരു സോൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള എനർജി സത്യസന്ധമായിരുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് ചിലർക്ക് കഴിയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടുള്ള ഇമോഷൻസ് ഒക്കെ ഈ വ്യക്തി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. കാരണം ഇതിവർ മറ്റൊരാളോട് പറയുന്നതാണെങ്കിൽ കൂടിയും അവിടെയെല്ലാം നമുക്ക് ആ ഒരു എനർജിയുടെ റിഫ്ലക്ഷൻസ് കയറി വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ അവരുടെ അടുത്ത സുഹൃത്തിനോടായിരിക്കാം, നിങ്ങളുടെ കോമൺ ഫ്രണ്ടിനോടായിരിക്കാം, നിങ്ങൾക്ക് അറിയാത്ത ഒരു വ്യക്തിയോടായിരിക്കാം, ആരോടാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹം ഉള്ളിൽ തട്ടുമ്പോഴുണ്ടാവുന്ന ആ ഒരു എനർജി നമുക്കിവിടെ പലപ്പോഴായിട്ട് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ആ ഒരു കണക്ഷൻ ഉണ്ടാവണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അത്ര രസത്തിൽ പോകുന്ന ഒരവസ്ഥയായിരിക്കണം എന്നില്ല. ആ ഒരു എനർജീസ് നമുക്കിതിനകത്ത് കാണാം, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ആ ഒരു ഓൾഡ് മെമ്മറീസിനെ കുറിച്ചൊക്കെ അവർ ഒരുപാട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു നല്ല നിമിഷങ്ങൾ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എത്ര നന്നായിട്ട് പോയിരുന്ന ഒരു കണക്ഷനായിട്ടൊക്കെ അവർ പറയുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. ഇപ്പോൾ കറൻലി ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ആ ഒരു സെപ്പറേഷൻ ഫേസിലൂടെ പോകുന്നൊരവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് പലർക്കും ഉണ്ടായെന്ന് വരാം. മാത്രമല്ല, ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു പേഴ്സണായിട്ടും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്താണെന്നുണ്ടെങ്കിൽ കൂടിയും, സെപ്പറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആവട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടിയും അവരിതിനകത്ത് ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി മാക്സിമം എഫേർട്ട് എടുത്ത ഒരു പേഴ്സണായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയില്ല. എങ്കിലും വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു തരത്തിൽ തന്നെയാണ് അവർ പറയുന്നത്. മാത്രമല്ല, അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ്. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുള്ളൊരു പരിചയം ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ അറിയുന്ന വ്യക്തികളായിരിക്കാം. കണക്ഷൻ്റെ സ്വഭാവം അനുസരിച്ച് അതിനകത്ത് മാറ്റം വരാം. അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ഒരു ആത്മബന്ധം തോന്നിയിട്ടുള്ളതായിരിക്കാം. കാരണം ഇപ്പോഴും ആ ഒരു പേഴ്സൺ മനസ്സിനകത്ത് അത് കൊണ്ട് നടക്കുന്നുണ്ട്. വേറൊരാളോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഡീപ്നെസ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളതാണ്.
അപ്പോൾ തീർച്ചയായിട്ടും അവരും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഇതിനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്തതായിട്ടും അവർ പറയുന്നുണ്ട്. അത്രയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് അവരത് നിലനിർത്താനായിട്ട് മാക്സിമം നോക്കിയിട്ടുള്ളത്. അപ്പോൾ കറൻറ്റ്ലി ചിലപ്പോൾ ഇതിനകത്ത് ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്നൊരവസ്ഥയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മേജർ ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു സ്റ്റേജോ, അപ്പോൾ ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇത് വൈകിക്കൂടാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചെയ്തേ പറ്റൂ എന്നൊക്കെ വിചാരിക്കുന്നൊരു സമയമായിരിക്കാം. കാരണം ആ ആ ഒരു രീതിയിലാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നിലവിലാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആകെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അവർക്കറിയാം ഇതിൻ്റെ ഒരു പിക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, നമ്മൾ ആദ്യമേ പറഞ്ഞാണ് നിങ്ങളുടെ ഒരു സ്നേഹവും കരുതലൊക്കെ എത്രത്തോളം അവരുടെ മനസ്സിനകത്തുണ്ട്, അല്ലെങ്കിൽ അതും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു കാര്യം കൂടി ഉള്ളതുകൊണ്ടായിരിക്കും അവർക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. അവരുടെ ലൈഫിൽ വേറെ പല സാഹചര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവാം. അതായിരിക്കാം ഈ ഒരു സ്റ്റക്നെസ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അവർ പറയുന്നത് അവർ ഒരുപാട് എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട്. ഇതൊരു ആഹ്, മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ അവരുടെ കൂടെ വേണം, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു വ്യക്തിക്കുണ്ട്. അവർ വളരെ പ്രാക്ടിക്കലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ 2 പേരും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമായിരിക്കും അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എത്രയൊക്കെ വേണ്ടാന്ന് വിചാരിച്ചാലും, അല്ലെങ്കിൽ മാറി നിന്നാലോ, ഇപ്പോൾ സെപ്പറേഷൻ ഫേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുമായിരിക്കാം. അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാലും ഏതൊക്കെയോ തരത്തിൽ അവരിതിനകത്ത് കണക്റ്റഡ് ആവുന്നു. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുന്നുണ്ടാവില്ല. അവർക്ക് തന്നെ തോന്നുന്നുണ്ട് അവർ അഡിക്റ്റഡ് ആണോ ഈ ഒരു കണക്ഷനിൽ? എന്തുകൊണ്ട് അവർക്ക് മാറി ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജഡ്ജ്മെൻ്റ് എനർജിയും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കേണ്ടുന്ന, അല്ലെങ്കിൽ ഒരു മാറ്റം വരേണ്ടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതവർക്ക് നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് പോകാനായിട്ട് കഴിയുന്നുമില്ല. കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പോലും എന്നാൽ വേണ്ടാന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഏതൊക്കെയോ തരത്തിൽ അവർ ഇതിനകത്ത് സറണ്ടേർഡ് ആണ് എന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ടോക്സിസിറ്റി ഉണ്ടോ ഈ ഒരു കണക്ഷനിൽ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പോലും അവർക്ക് വിട്ടുപോവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതവരെ തിരിച്ച് ചിന്തിക്കാനായിട്ട്, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. എന്തൊക്കെ ഒരു അഡിക്ഷൻ തോന്നിയാലും, അല്ലെങ്കിൽ ഒബ്സഷൻ തോന്നിയാലും ഒക്കെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ മറ്റൊരു ആംഗിളിൽ കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം അവർ ഡീപ്ലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരവസ്ഥയാണ്. ഏത് വിധേനയും ഈ ഒരു സ്ട്രഗിൾസ് ഫേസ് ചെയ്ത് മുന്നോട്ട് വരണം എന്നുള്ള ഒരു എനർജിയൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇതൊരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അതിപ്പോൾ ഇമോഷണൽ വൈസ് ആണെന്നുണ്ടെങ്കിലും, ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും, മെൻ്റലി ആണെന്നുണ്ടെങ്കിലും ഒക്കെ ചിലപ്പോൾ അത്രയും ഡീപ്പായിട്ട് പോരുന്ന വ്യക്തികളായിരിക്കാം. അതിൻ്റെ എല്ലാം ആ ഒരു സ്പാർക്ക് ഇപ്പോഴും ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോഴായിരിക്കാം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാവുന്നത്. ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹം. എല്ലാ തരത്തിലും അവർ ആ ഒരു രീതിയിൽ കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളത് തന്നെ പറയാം. ഒരുപക്ഷേ ഫൈറ്റിങ്ങോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് വാഗ്വാദങ്ങളോ ആർഗ്യുമെൻറ്റ്സോ ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു സ്യൂഡോ വിക്ടറിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ളൊരു വഴക്കുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ആഫ്റ്റർ ഓൾ ആ ഒരു പേഴ്സൺ ഇത് വളരെ പ്രിയപ്പെട്ടതാണെന്നാണ്. ഇവിടെ ഈ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം. ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് ഈ പേഴ്സൺ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്നല്ലെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്നെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ അവർ വിഷമം അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് താങ്ങാൻ പറ്റാത്തത്രയും ഭാരം ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അവർ മാക്സിമം ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി അവരുടേതായിട്ടുള്ള എല്ലാ വഴികളും നോക്കിയിട്ടുള്ള ഒരു പേഴ്സണാണ് എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ ഫൈറ്റിംഗ് ഉണ്ടായാലും, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാത്ത പോലെയുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ആഫ്റ്റർ ഓൾ അവർക്ക് ഇതൊന്നും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന കാരണമല്ല. പല റീസൺസും എടുത്തെടുത്ത് പറയാനുണ്ടാവും. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. ഇനിയിപ്പോൾ നെഗറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരു കാര്യവും ചിന്തിച്ചു കഴിഞ്ഞാലും അവർക്ക് നിങ്ങളെ വേണ്ട എന്ന് വെക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് പറിച്ചറിയാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് നമ്മളിവിടെയുള്ള ആ ഒരു ഇനിഷ്യൽ എനർജിയിൽ കണ്ടിട്ടുള്ളത്. കാരണം ഈ ഒരു പേഴ്സൺ അത്രത്തോളം നിങ്ങളുടെ കാര്യത്തിൽ
എന്താ പറയുന്നത്, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും അത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഡ്രോബാക്സ് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തല്ലുപിടുത്തമോ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയോ കൺട്രോളിങ്ങോ എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവർ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവരോട് ഉണ്ടായിട്ടുള്ള ആ ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആ ഒരു ഓർമ്മകളാണ്. അതിൻ്റെ മുന്നിൽ ബാക്കി എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നില്ല എന്നാണ് ആ ഒരു പേഴ്സൺ പറയുന്നത്. അവരുടെ മനസ്സിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ. എങ്കിൽ പോലും ഇത് വേണ്ടാന്ന് വെക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് ഈ ഒരു പേഴ്സണുള്ളത്. ഇപ്പോഴനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ ഒരുപാട് ഭാരം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും പരസ്പരം ഉണ്ടാകുന്ന വഴക്കുകൂടലുകൾ മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഒരു ഭാരമായിട്ട് വരാറുണ്ട്. ചിലർക്ക് അങ്ങനെയല്ല. ചിലപ്പോൾ പാർട്ണറിൽ നിന്നായിരിക്കില്ല, ഈ ഒരു റിലേഷൻഷിപ്പ് ഇഷ്ടമില്ലാത്ത മറ്റു വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ഒരു ഉപദ്രവം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒരു ടോർച്ചർ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇതിൻ്റെ പേരിൽ. അപ്പോൾ ഇവർക്കിത് വിട്ടുകളയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ടോർച്ചർ മുഴുവൻ ചിലപ്പോൾ അനുഭവിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഭാരം മുഴുവൻ കൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ആവാറുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ഇതിനൊരു ക്ലോഷർ ഉണ്ടാവണം എന്ന് തന്നെ അവർ വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്കിനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇത് ഈ ഒരു കാര്യം തന്നെയാണ് അവർക്കൊരു ഫോക്കസായിട്ട് അവരുടെ മനസ്സിനകത്തുള്ളത്. അവരുടെ ലൈഫിൽ ഇപ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ കരിയറോ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളോ ഫാമിലിയോ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഇതിനകത്ത് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെ അവരുടെ ശ്രദ്ധ മുഴുവൻ ഇതിനകത്താണ്. കാരണം ഇവർക്ക് ഇതിനകത്ത് ഒരു ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എടുത്ത് ചാടി ഒന്നിനും പുറപ്പെടുന്നില്ല. എല്ലാം ആലോചിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പതിയെ മുന്നോട്ട് വരാനാണ് അവരുടെ തീരുമാനം. ചിലപ്പോൾ എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ പ്രശ്നമാവുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം. ഞാൻ ഇതിനകത്ത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലോ ആൻഡ് സ്റ്റഡിയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് ഞാൻ കൈവിട്ട് കളയില്ല എന്നാണ് അവർ ഇത് മറ്റൊരാളോട് പറയുമ്പോൾ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത്. ഈ പറയുന്നതുമായിട്ട് സാമ്യമുണ്ടോ അല്ലെങ്കിൽ വ്യത്യാസമുണ്ടോ എന്നൊക്കെയുള്ളത്. 8 of Wands, Knight of Swords, Page of Coins, 3 of Wands, 9 of Coins, Page of Wands, 10 of Cups, 4 of Cups, 8 of Cups, the Sun, 5 of Cups, Ace of Cups, Page of Sword, 3 of Coins. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള സ്പ്രെഡിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കായിട്ട് ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കുറച്ച് ഒരു സാവകാശത്തിലേ അവരെ കൊണ്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. കുറച്ചൊരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണെന്നുണ്ടെങ്കിലും ആലോചിച്ച് കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു എനർജിയൊക്കെയാണ് നമ്മളവിടെ കണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഇവരുടെ ഒരു ഡയറക്റ്റ് എനർജിയിലേക്ക്, നിങ്ങളോടുള്ള ഡയറക്റ്റ് ഒരു എനർജി അല്ലെങ്കിൽ അപ്രോച്ചിലേക്ക് വരുമ്പോൾ നിങ്ങളോട് വളരെ സഡനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ എന്നുള്ള ആ ഒരു ലെവലല്ല, അതിനപ്പുറമായിട്ട് കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലവരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ. അത്ര നല്ല രീതിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടൊക്കെ പോകുന്നൊരവസ്ഥയായിരിക്കാം ചിലവർക്കെങ്കിലും. എന്താണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വല്ലാതെ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ പോലും അറിയാതെ സ്പൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളവരെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആക്ഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ പ്ലാനിംഗ് ആയിരിക്കാം,
സോഷ്യൽ മീഡിയയിലായിരിക്കാം അവർ ചിലപ്പോൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നത്. ആ ഒരു എനർജി നമുക്ക് നല്ലതുപോലെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ പ്രത്യക്ഷത്തിലിപ്പോൾ സംസാരിക്കാതെ അല്ലെങ്കിൽ ആ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളെ ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവർക്കിതിനകത്ത് അവരുടെ ഒരു ഉദ്ദേശം നമ്മൾ നോക്കുമ്പോൾ വളരെ ജെന്യുവിനായിട്ട് കാണാം. ആ ഒരു ഇൻറ്റൻഷൻ ഈ ഒരു പേഴ്സൻ്റേത് വളരെ ജെന്യുവിനാണ്. അവർ കുറച്ചൊരു പാനിക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഉദ്ദേശം വളരെ ജെന്യുവിനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് എനർജി നോക്കിയാലും നിങ്ങളിലേക്ക് കയറി വരുവാനായിട്ടുള്ള അവരുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഇപ്പം ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം വലിയൊരു ഷുഗർ കോട്ടിംഗ് ഇല്ലാതെ നിങ്ങളോട് പറയണം എന്നുള്ള ഒരു എനർജി അതും നമുക്കിവിടെ കാണാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഏതൊക്കെയോ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരൊന്ന് പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് നമ്മളുടെ മനസ്സ് തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മളുടെ പേഴ്സണുമായിട്ട് അകന്നിരിക്കണമെന്ന് മിണ്ടാനോ ഒരു മെസ്സേജ് അയച്ച് നോക്കാനൊക്കെ വലിയ താല്പര്യം തോന്നാറുണ്ട്. പക്ഷെ പലപ്പോഴും അത്രയും ആ ഒരു ഹൈ എനർജിയിൽ നിൽക്കുമ്പോഴും ചില കാര്യങ്ങളോട് നമ്മളത് ചെയ്യാതിരിക്കും. ച ചില സമയം എന്ന് പറയുന്നത് നമ്മൾ ഹേർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും മനസ്സിനകത്ത് അത് ഒതുക്കി വെച്ചിരിക്കാറുണ്ട്. ചില സമയത്ത് അങ്ങനെയല്ല, പ്രാക്ടിക്കലായിട്ട് നമ്മളിപ്പോൾ അത് വേണ്ട എന്നുള്ളത് കൊണ്ട് ചിലവർ ഈഗോ കാരണം അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ആ ഒരു പേഴ്സൺ പെട്ടെന്ന് എടുത്തിയാടി വരാത്തത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ നോക്കിക്കാണുന്ന നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് തകർന്നു പോവില്ല എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനില്ലെങ്കിലും അവർക്ക് വളരെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ചില ക്വാളിറ്റീസ് ആ ഒരു പേഴ്സണ് കിട്ടിയിരുന്ന ആ ഒരു കംഫർട്ട് സോണൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു പേഴ്സൺ അത് ഒരുപാട് മിസ് ചെയ്യും അല്ലെങ്കിൽ ഇവർക്കാണ് അതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട്. ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ ലോസായിട്ട് മാറും. അല്ലെങ്കിൽ അതൊരു വലിയൊരു ലോസായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കുറ്റബോധമോ വിഷമമോ ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. ചിലപ്പോൾ ഒരു ആക്ഷൻ എടുക്കേണ്ടുന്ന സമയത്ത് സൈലൻ്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി നിങ്ങളവർ സ്പൈ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളും ഈ ഒരു വ്യക്തി അങ്ങനെ വിചാരിച്ചോട്ടെ എന്നുള്ള ആംഗിളിലായിരിക്കാം മുന്നോട്ട് പോകുന്നത്. മനസ്സിനകത്ത് ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പെട്ടെന്നൊന്നും തളർന്നു പോവില്ല, അല്ലെങ്കിൽ ഞാനും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയല്ല എന്ന് അവരെ കാണിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഷോ ഓഫ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു ധാരണ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് വളരെയധികം ഒരു ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം, നിങ്ങളോടുള്ള ഒരു ഡീപ്പ് ഫീലിങ്സ് അതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. എത്രത്തോളം അവരുടെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ടെന്ന് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ആ ഒരു ഇമോഷൻസിൻ്റെ ഒരു ഓവർഫ്ലോയിങ് എനർജിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല പാസ്റ്റിലുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഇപ്പം നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റ് ആണ് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയാണ്. വലുതായിട്ടൊന്നും പിടികിട്ടുന്നില്ല. ഇനിയിപ്പം മിണ്ടുന്നവരാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പരസ്പരം എല്ലാം തുറന്ന് പറയണമെന്നില്ല. ഒരു ഹായ് ഹലോയിൽ ഒതുക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിൽ പറയാൻ ഒരു 100,000 കാര്യങ്ങളുണ്ട്. പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഹായ് ഹലോയിലൊക്കെ ഒതുങ്ങിപ്പോവും. അല്ലെങ്കിൽ 2 വാക്കിൽ ഒതുങ്ങി പോവാറുണ്ട്. അപ്പോഴും നമുക്ക് മനസ്സിനകത്തുള്ള കാര്യങ്ങൾ പിടികിട്ടുന്നില്ല. കുറേയൊക്കെ നമ്മൾ ഊഹിച്ചെടുക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ നമ്മളുടെ സങ്കല്പത്തിൽ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇവരിപ്പോൾ ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ജഡ്ജ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഫുൾഫിൽമെൻറ്റ് എനർജിയായിട്ട് അവർ കണ്ടൊരു സംഗതി അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ച അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അതുമാത്രമല്ല അവരിലേക്കായിട്ട് ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമുക്കാണെന്നുണ്ടെങ്കിൽ വിചാരിച്ച പോലെ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. പാർട്ട്ണറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു സഹകരണം ഇല്ല. ആ ഒരു രീതിയിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഇത് ഇങ്ങനെയാണോ ഇതിൻ്റെ ഒരു അവസാനം? അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം നമ്മളുടെ ആ ഒരു എല്ലാ എനർജിയും വിത്‌ഡ്രോ ചെയ്ത് മാറി പോയി നിൽക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ സ്വയം ഹേർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറയുന്ന പോലത്തെ ഒരു ഇമോഷൻസും ഒക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അവരൊരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു
എനർജിയും നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വിഷമമൊക്കെ മാറി ഒരു സന്തോഷത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തണം എന്നുള്ള അവരുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹങ്ങളും അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളോട് കോൺടാക്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഏർജൊക്കെ അവരുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മാറി നിന്ന് നിങ്ങളെ വീക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവർ ആ ഒരു സിറ്റുവേഷൻ നന്നായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജി തന്നെയാണ്. അപ്പോൾ മനസ്സിനകത്ത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരുമിച്ച് പോക്ക് അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റ് ആയിട്ട് ഒരുമിച്ച് പോകാനുള്ള പരസ്പര സഹകരണത്തോടു കൂടി പോകാനുള്ള ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ ഉണ്ട്. മാത്രമല്ല അവർക്ക് തന്നെ അറിയാം ഇതിനകത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഒരു ആക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലതുപോലെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു വിഷമം മാറുള്ളൂ എന്നുള്ളത് അവർക്കും നന്നായിട്ട് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നഷ്ടപ്പെടുത്താനും കഴിയില്ല. മാത്രമല്ല നമ്മളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെയൊന്നും പല കാര്യങ്ങളും വ്യക്തമാവുന്നില്ല. നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥയും അവർക്ക് കിട്ടുന്നുണ്ട്. അവരാണ് ഒരു പക്ഷേ കൂടുതൽ വിഷമിക്കുക എന്നായിരിക്കും അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവരായിട്ടാണ് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കാണും എന്നുള്ളൊരു ചിന്താഗതി ഒരു പേഴ്സണ് ചിലപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് അവർ മാറി നിന്ന് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് എത്രയും വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് ഇവരുടേതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ പുറമേ ചിലപ്പോൾ കുറച്ചൊരു ഹാർഡ് നട്ടായിട്ടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് ഈ ഒരു ചിന്താഗതിയും കൊണ്ടാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ എനർജി എന്താണെന്നുള്ളത് നമുക്കറിയില്ല, അതിനെക്കുറിച്ച് എടുക്കാത്തതുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ടൊരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.